The risk is on us. ചെവി കടിച്ചിരിക്കുന്നുണ്ടായിരുന്നോ? ഓ, കടിച്ച് പറിക്കുമെന്ന് തോന്നുന്നു മൈൻഡ്. ഹായ് ഗൈസ്, ഐ എം ബിജു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം ഒരു ലോങ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവി. ഉണ്ണിമുകുന്ദൻ്റെ പല സിനിമകളും സംഘികൾ വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഉണ്ണിമുകുന്ദൻ്റെ ഈ സിനിമയ്ക്ക് IMDbI റേറ്റിംഗിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സിനിമ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ. അതെങ്ങനെടാ? അപ്പം ഇന്ത്യ മൊത്തം സംഖ്യകളാണോ? അതുകൊണ്ടായിരിക്കില്ല വെയിറ്റ് ചെയ്തിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും പടം എന്താണെന്ന് കാണാം. കാരണം കഴിഞ്ഞ മണ്ഡലകാലത്തും ഇത് കണക്ക് പുള്ളിക്കാരൻ ഒരു സിനിമ വന്ന് 100 കോടി അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് അടുത്ത മണ്ഡലകാലം നോക്കി നല്ല സിനിമകൾ ഇറക്കാനുള്ള സെറ്റപ്പിലേക്കായിരിക്കും പോകുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്തിൽ അയ്യപ്പൻ തുണച്ചതുപോലെ തന്നെ ഈ മണ്ഡലകാലത്തിലും ഉണ്ണിമുകുന്ദനെ അയ്യപ്പൻ തുണയ്ക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്തരത്തിലാണ് സിനിമയുടെ ഹൈപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈപ്പിനൊന്നും ഒരു കൈയും കണക്കുമില്ല. ജഗദീഷ് കഴിഞ്ഞ ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞായിരുന്നു 18 വയസ്സ് താഴെയുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. ഐ എം വെരി സോറി എന്ന്. ഞാൻ വേറെ ജഗദീഷ് ചേട്ടൻ തെള്ളി വിട്ടതാണെന്ന്. അല്ല, ജഗദീഷ് ചേട്ടൻ സത്യം മാത്രമേ പറയൂ. നിങ്ങളിപ്പോൾ ബുക്ക് മൈ ഷോയിൽ കയറി ആ സിനിമ ഒന്ന് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കും 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അവർക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ID കാർഡ് കാണിക്കേണ്ടി വരും. അപ്പോൾ ID കാർഡുമായിട്ട് വേണം സിനിമ കാണാനായിട്ട് പോകാൻ. പിന്നെ അവിടെ ചെന്ന് ഇടിയുണ്ടാക്കാനും വെടിയുണ്ടാക്കാനും നിൽക്കില്ല. തിയേറ്ററിൻ്റെ വെളിയിലൊക്കെ നല്ല അത്യാവശ്യം കൈക്കരുത്തുള്ളവന്മാർ വേണം, വെച്ച് താങ്ങിത്തരും. ഓക്കെ. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത്, ഇതിപ്പം തിയേറ്റർ കഴിഞ്ഞിട്ട് OTT പറഞ്ഞ നമ്മുടെ TV-യിലൊക്കെ ഈ സാധനം വരും. അപ്പം എന്തോ ഈ 18 വയസ്സുള്ള പിള്ളേർ അന്ന് എന്തോ ചെയ്യും പറ. പിള്ളേർ എന്തോ ചെയ്യണം? കണ്ണ് കെട്ടി വീട്ടിൽ അമ്മയച്ഛൻ്റെ കൂടെ കണ്ണ് കെട്ടി ഇരുത്തി കാണിക്കണം. എനിക്കറിയത്തില്ല. എനിക്ക് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത് കാണരുത് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ ഒരു ഉദ്ദേശത്തിൽ എത്രത്തോളം പ്രാക്ടിക്കാലിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അധികം ദീർഘിപ്പിച്ചു പോകേണ്ട. മാർക്കോ സിനിമ 20-ാം തീയതി നാളെ റിലീസാണ്. സോ നമുക്ക് ഇന്ന് തന്നെ സിനിമയുടെ ടീസർ എന്താണ് എന്നൊന്ന് കൃത്യമായിട്ട് നോക്കാമെന്ന് മാത്രമല്ല, സിനിമ അന്യായ പടം ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നാളെ ഇതിനെപ്പറ്റി നല്ല രീതിയിലൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോട്ട് ചെയ്യുന്നറിയോ? ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഭയക്കുന്നത് എന്താണെന്നറിയോ? പേടി. അത് തന്നെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. അന്യായിട്ടം തന്നെ കേട്ടോ. ഈ അന്യായിട്ടം എന്ന് വെച്ചാൽ നമുക്ക് ഈ മാസ് സിനിമകളുടെ ഒരു ഇൻട്രോയോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സെന്റിമെന്റൽ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും പോയിക്കൊണ്ട്. ആ സെന്റിമെന്റ്സ് ഇല്ലെങ്കിൽ ആ ബേസ് അല്ലെങ്കിൽ അത്രയും വലിയൊരു നായകന്റെ ഒരു കേപ്പബിലിറ്റിക്ക് ഒരു സ്ട്രോങ്നെസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു സെന്റിമെന്റൽ വേണം. അമ്മ പാസ് നമ്മൾ KGF കണ്ടിട്ടില്ല, നല്ലൊരു അമ്മ പാസ് ഒരു സൈഡിൽ കൂടെ പോകില്ല. അത് കണക്ക് ഇത് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെടും. നീ വേണ്ടപ്പെട്ടത് നീ അമ്മയാണെങ്കിൽ ഓക്കെ, അതിനിപ്പം സിനിമയ്ക്കകത്ത് വരുമ്പോഴത്തേക്കിനും അറിയാം. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. മാർക്കോയുടെ മുന്നിൽ ആരൊക്കെ വന്നാലും അറ്റൻഡൻസോട് കൂടി തന്നെ വരണം കേട്ടോ. രജിസ്റ്റർ എടുത്ത് കൈ വെച്ചോണം. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? പിന്നെ BGMന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കറിയാവുന്ന മാർക്ക് ആരാന്ന്? നമ്മൾ പഴയ സിനിമ മികാലിനകത്ത് കണ്ടിട്ടുണ്ട്. ആ മാർക്കോയുടെ ഒരു വലിയ രൂപമാണ് ഈ മാർക്കോയ്ക്കകത്ത് കാണാൻ പറ്റുന്ന ഒരു മാർക്കോ എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ. അപ്പം ഇതിൻ്റെ BGM സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അത്ര സുഖിച്ചില്ല. ഉള്ള കാര്യം പറയാം, എനിക്ക് ആദ്യം അത്ര സുഖിച്ചില്ല. പക്ഷേ കേട്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് കേൾക്കൂടെ ഞാൻ കേട്ട് വന്നപ്പോഴത്തേക്കും സംഭവത്തിൽ എന്തോ ഉണ്ട്, കേൾക്കാൻ എന്തോ ഉണ്ട്. നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? സാറിന് ഓർപ്പുണ്ടോ? അവരെന്റെ ശത്രുക്കളാണ്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു രീതിയൊന്നും അല്ല ഈ സിനിമയുടേതായ ഈ കുറച്ച് ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യം കണ്ട ആ ഒരു ബിൽഡപ്പോ ആദ്യം കണ്ട സെന്റിമെന്റൽ സാധനങ്ങളോ ഒന്നും അല്ല. ഇത് പിന്നെ അങ്ങ് ഫയറിലേക്ക് അങ്ങ് പ്രവേശിക്കുക. The risk is on us. ചെവി കടിച്ചിരിക്കുന്നുണ്ടായിരുന്നോ? ഓ, കടിച്ച് പറിക്കുമെന്ന് തോന്നുന്നു മൈൻഡ്. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ നിൽക്കുന്നില്ല. വടിവാളും കഴിച്ചു വിടാൻ വേണ്ടി ചില സിനിമയിൽ, പാണ്ഡ്യ സിനിമയിലൊക്കെ കാണുമല്ലോ, വടിവാൾ അതൊക്കെ വടിവാൾ കടിച്ചു വിട്ടു. നമ്മുടെ മലയാളത്തിലൊക്കെ ഉണ്ണിമുകുന്ദൻ ചെവി കടിച്ച് പിടിച്ചേക്കുന്നത്. നീയൊക്കെ നിനക്ക് ആലോചിക്കാൻ പറ്റും, നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഉണ്ണിമുകുന്ദൻ്റെ റേഞ്ച്. ചെവിയാണ് കടിച്ച് പിടിച്ചേക്കുന്നത്, ചെവി. ഇനി ഇതിപ്പോൾ ഒരു ചെവി മാത്രമേ ടീസറിൽ കാണിച്ചുള്ളൂ. 2.5 മണിക്കൂറുള്ള സിനിമയ്ക്കകത്ത് എന്തൊക്കെ കടിച്ചു പിടിക്കുന്നുണ്ടോയെന്ന് ഇപ്പം അറിയാം. ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഉറുദു മറാഠി ഉറുദു ഉണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണിമുകുന്ദൻ തന്നെ
അവസാനം കാണിക്കുന്ന ഒരു ഗണ്ണുപിടുത്തം കണ്ടില്ല. ഉണ്ണിമുകുന്ദനെ കുറിച്ചൊരു കാര്യം പറയാം. പുള്ളിക്കാരൻ്റെ സ്റ്റണ്ടും ഈ തരത്തിലുള്ള മാസ് സീൻസും ഈവൻ അവസാനം ആ ഒരു ഷോട്ട് ഗണ്ണ് പിടിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്, ആ സ്ട്രക്ചർ. അതിപ്പോൾ എല്ലാവർക്കും വഴങ്ങത്തില്ല, സത്യം പറയാം, എല്ലാവർക്കും ഒന്നും വഴങ്ങത്തില്ല. എല്ലാവരും നായകന്മാരെ, എല്ലാവരും ഭയങ്കര ഹീറോസൊക്കെ ആയിരിക്കാം. പക്ഷേ ചില സംഭവങ്ങൾ ചെയ്യാൻ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ആക്ഷനും അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു സ്റ്റൈലുണ്ട്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്വാഗ് കാണുമല്ലോ. ഇപ്പം രജനീകാന്തിൻ്റെ ഒരു യുണീക്ക് സ്വാഗില്ലേ, അതുപോലൊരു സ്വാഗുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ. ആ ഉണ്ണിമുകുന്ദൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ ഉണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് സംവിധായകൻ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ലൊരു ബേസ് ഉള്ളൊരു കഥയും കൂടെ ആണ് എന്നുണ്ടെങ്കിൽ മോനെ ഉണ്ണിമുകുന്ദൻ മാറും. ഉണ്ണിമുകുന്ദൻ മാത്രമല്ല, മലയാള സിനിമ മാറും. ഉണ്ണിമുകുന്ദൻ്റെ പേരിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. KGF വന്നപ്പോൾ യശിൻ്റെ പേരിൽ അവർ അഭിമാനിച്ച പോലെ, അല്ലെങ്കിൽ ബാഹുബലി അവർക്ക് ഈ പറയുന്ന ഇത്രയും വലിയ വലിയ ആക്ടേഴ്സ് ഉള്ള പോലെ നമുക്കും ഉണ്ട്, പാൻ ഇന്ത്യനൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഇവിടുന്ന് ഇറങ്ങുന്ന പാൻ ഇന്ത്യൻ ഏതെങ്കിലും ഒരു പാനിനകത്ത് വെച്ച് ചൂടാക്കാനുള്ള ലെവലിലേ ഉള്ളൂ. പക്ഷെ ഇതിപ്പം നല്ലൊരു ബിൽഡപ്പ് ഉള്ളൊരു പാൻ ഇന്ത്യനാണ്. ഈ ബിൽഡപ്പ് ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചാൽ നാളെ ഒരു അന്യായ റിവ്യൂവും അന്യായ മാറ്റവും ആയിരിക്കും ഇന്ത്യൻ സിനിമയ്ക്കും അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കും ഉണ്ടാവാൻ പോകുന്നത്.